പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ഭഗവത്ഗീത പഠനമാണ് ആരംഭിക്കുന്നത്. ഗീതയുടെ പ്രഥമ അധ്യായത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ ഗീതാധ്യാനവും ഗീതാ മാഹാത്മ്യവും നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഗീതയുടെ അടിസ്ഥാന ധ്യാനം? ആ ധ്യാനം കഴിഞ്ഞാണ് ഗീതയുടെ മാഹാത്മ്യവും സംസാരിച്ചതിന് ശേഷമാണ് വ്യാസമഹർഷി അർജുന വിഷാദയോഗമെന്ന 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഭഗവാൻ നാരായണൻ അർജുനനോട് സ്വയം ഉപദേശിച്ചതും വേദവ്യാസമഹർഷി മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ കോർത്തതും അദ്വൈതമാകുന്ന അമൃതം വർഷിക്കുന്നതും 18 അധ്യായത്തോടു കൂടിയിരിക്കുന്നതുമായ അല്ലയോ ഭഗവത്ഗീതേ മാതാവേ സംസാരനാശിനിയായ അമ്മേ, ഞാൻ അമ്മയെ അനുസ്മരിക്കുന്നു എന്ന ധ്യാനത്തോടു കൂടിയാണ് ഇവിടെ ഗീതാധ്യാനം ആരംഭിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രവിക്കുക. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ആദ്യത്തെ ധ്യാന ശ്ലോകം കഴിഞ്ഞ് പിന്നെ വ്യാസമഹർഷിയെയാണ് ഇവിടെ വന്ദിക്കുന്നത്. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. അനന്തരം കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടാണ് മറ്റ് ധ്യാന ശ്ലോകങ്ങൾ ഇവിടെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. പ്രപന്ന പാരിജാതായ സ്ത്രോത്രവൈത്രേകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാരനീലോത്പല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമവികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സ്വോത്തീർണാ ഖലു പാണ്ഡവൈഃ രണനദീ കൈവർത്തകേശവഃ പാരാശര്യവജഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാസംബോധനേ ബോധിതം ലോകേ സജ്ജന ഷട്പദേരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലപ്രധ്വംസിന ശ്രേയസേ. മേൽപ്പറഞ്ഞ ധ്യാന ശ്ലോകങ്ങളെല്ലാം തന്നെ ആലപിച്ചതിന് ശേഷം പിന്നീട് കവി വീണ്ടും പരമാനന്ദ സ്വരൂപനായ മാധവനെ വർണ്ണിക്കുന്നു. മൂകനെ വാചാലനാക്കുന്നു, മുടന്തൻ പങ്കു മല കയറുന്നു. ഇതിനൊക്കെ ഹേതുഭൂതനായ ആ മാധവനെ ഞാൻ വന്ദിക്കുന്നു. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. അടുത്ത ധ്യാന ശ്ലോകത്തോടുകൂടി ഗീതാധ്യാനം ഇവിടെ കവി അവസാനിപ്പിക്കുകയാണ്. അവിടെയും സുരാസുരന്മാരുടെ ദേവന്മാരുടെയും അസുരന്മാരുടെയും ദേവനായ ആ സാക്ഷാൽ നാരായണനെ ധ്യാനിച്ചുകൊണ്ടാണ് ഇവിടെ ഗീതാധ്യാനം അവസാനിക്കുന്നത്. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ
വേദൈ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തിയം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. പ്രിയമുള്ള പ്രേക്ഷകർ, അടുത്തതായി നാം ഗീതാ മാഹാത്മ്യത്തിലേക്കാണ് അടുത്ത നമ്മുടെ വീഡിയോയിൽ നാം അവതരിപ്പിക്കുന്നു. ഗീത മാഹാത്മ്യമാകുന്നു. നമസ്തേ.